ഹായ്, എല്ലാവർക്കും മിജിസ് കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പം രാവിലെ ഉണ്ടാക്കുന്നത് പൂരിയാണ് ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ 5 മണിയായപ്പോൾ ഇപ്പോൾ ഒരു 5 മണി ആയിട്ടുണ്ട്. അപ്പം ഞാൻ പൂരിക്ക് കുഴച്ച് വെച്ച് അപ്പം ഞാൻ ഈ 5 മണിക്ക് എണീക്കുന്നത് കൊണ്ട് അതിനുള്ള കറി ഞാൻ കടലക്കറിയായിരുന്നു. അത് ഇന്നലെ രാത്രിയിൽ അങ്ങ് ഉണ്ടാക്കി വെച്ചു. അപ്പോൾ രാത്രിയിൽ കടലക്കറി ഉണ്ടാക്കുന്ന കണ്ടപ്പോഴേ മൂത്ത ആൾ പറഞ്ഞു അവന് പുട്ടും, അവൻ രാവിലെ അങ്ങനെ ഒന്നും കഴിക്കാറില്ല, പക്ഷേ ഈ കടലക്കറി കണ്ടോണ്ട് അവൻ പറഞ്ഞു എനിക്ക് പുട്ടുണ്ടാക്കി തരണേന്ന്. അന്നേരം അവന് വേണ്ടി ഒരു കുറ്റി പുട്ടുണ്ടാക്കാമെന്ന് വെച്ച്. അപ്പം ഞാൻ ആദ്യം ഇച്ചിരി മാവ് നന്നായിട്ട് ലൂസായിട്ടൊന്ന് കുഴച്ചെടുത്തിട്ട് ഇത് മിക്സിയുടെ ജാറിലിട്ടിട്ട് പിന്നെ കുറച്ച് ഡ്രൈ പൗഡർ ഇട്ട് പൾസ് ചെയ്തെടുക്കും. അപ്പോൾ അഥവാ മാവ് നമ്മുടെ പുട്ടിൻ്റെ പൊടി കുഴഞ്ഞിരിക്കുകയാണെങ്കിൽ ഇച്ചിരിയും കൂടെ ഡ്രൈ പൗഡർ ഇട്ട് കൊടുക്കും. അഥവാ ഡ്രൈ ആയിട്ടിരിക്കുകയാണെങ്കിൽ ഇച്ചിരിയും കൂടെ നല്ല കുഴഞ്ഞ മാവ് ഇട്ട് കൊടുക്കും. അങ്ങനെ ഇപ്പോൾ നമ്മുടെ പുട്ടുപൊടി ഇവിടെ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അത് ഞാൻ അതേ മിക്സിയുടെ ജാറിൽ തന്നെ വെച്ചിട്ട് അത് അവിടെ അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് പൂരി ഉണ്ടാക്കാമെന്ന് വെച്ച്. അതിനുശേഷം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊച്ചിന് കുടിക്കാനുള്ള കോഫിയും കൊടുത്തു. അപ്പോൾ ഞാൻ കുറച്ച് പൂരി ആദ്യം ഉണ്ടാക്കി പാത്രത്തിന് ഇങ്ങനെ ഒരു 10-12 പൂരി എടുത്ത് ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരു അടപ്പിൻ്റെ മുകളിൽ വെച്ചിട്ട് ഉണ്ടാക്കും. അപ്പോൾ ഇന്ന് ഞാൻ പൂരി ഉണ്ടാക്കുന്ന പാത്രം ഒന്ന് മാറിപ്പോയി. ഇതിൻ്റെ അടിവശം വിസ്താരമില്ല. അപ്പോൾ നമുക്ക് എണ്ണ അങ്ങോട്ട് കോരി ഒഴിക്കാൻ എനിക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നന്നായിട്ട് പൊങ്ങി വരുമായിരുന്നു പൂരി. എൻ്റെ വേറൊരു പാത്രമായിരുന്നു. ഇന്ന് ഇതായതുകൊണ്ട് എണ്ണ അതിൻ്റെ മുകളിൽ ഒഴിക്കാത്തതുകൊണ്ട് പൂരി അങ്ങനെ കുമിളിച്ച് വന്നില്ല. രാവിലെ വിസിലടി കേട്ട് എല്ലാവരും എണ്ണീക്കുമെന്നും പറഞ്ഞാൽ ഞാൻ രാത്രിയിലെ കടല വേവിച്ചങ്ങ് തണുത്തതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ച് രാവിലെ അത് കടുക് വറക്കും. അപ്പോൾ ഞാൻ പിന്നെ അവനുള്ള പുട്ടുകൂടെ ഒന്ന് വെച്ചിട്ട് പിന്നെ കഴിക്കാനുള്ളവർക്കൊക്കെ കൊടുത്തു. ഇപ്പോൾ പുട്ടും ഇവിടെ റെഡിയായി. ഇപ്പോൾ ഇവന് പുട്ടിന് തേങ്ങ ചേർക്കുന്നതിനോട് അത്ര താല്പര്യമില്ല. അപ്പോൾ അവൻ്റെ പുട്ടും കടലക്കറിയും റെഡിയായി. പിന്നെ ഞാൻ വെള്ളം ഒഴിച്ച് വെക്കുന്ന ക്യാനൊക്കെ ഒന്ന് കഴുകി അത് വെള്ളമൊക്കെ ഒഴിച്ച് വെക്കണം. പിന്നെ പുതിയ വെള്ളമൊക്കെ തിളപ്പിക്കാനായിട്ടൊന്ന് വെച്ചിട്ടുണ്ട്. കഞ്ഞിക്ക് വെള്ളം വെച്ചായിരുന്നു. അരി അടപ്പത്തിട്ടിട്ടുണ്ട്. ഒരു 1/2 കിലോ ലിവർ ഉണ്ടായിരുന്നു. അത് ഞാൻ ഇച്ചിരി വിനാഗിരി ഉപ്പിട്ട് വെള്ളത്തിയിട്ട് അത് കഴുകി വാരി എടുത്തിട്ട് ഇതിലേക്ക് നല്ല ഇത് ഉണങ്ങിയ കൊപ്രാത്തേങ്ങ ആയതുകൊണ്ട് ഞാനത് ഡയറക്റ്റ് ഇതിൻ്റെ അകത്ത് അങ്ങിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ട് ഇത് ഒരു ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് 2-3 വിസിലടിച്ചെടുക്കട്ടെ. അപ്പോൾ പയറൊക്കെ ഞാനൊന്ന് എടുത്തായിരുന്നു. ഞാൻ 2 രീതിയിൽ തോരൻ വെക്കും. ഇന്ന് വെക്കുന്നത് തേങ്ങയും പയറും എല്ലാം ഇച്ചിരി വേവിച്ചതിന് ശേഷം ലാസ്റ്റിലാണ് തേങ്ങ ഇട്ട് കൊടുത്തത്. അപ്പോൾ തേങ്ങ ഇട്ടിട്ട് അതൊന്ന് ഒതുക്കി വെച്ചതിന് ശേഷം ഇച്ചിരി നേരം ഒന്ന് ചെറിയ തീയിലിട്ടു. ഇപ്പം നമ്മുടെ തോരൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പാൻ വെച്ച് ഇതിലേക്ക് ഓയിൽ ഒഴിച്ച് കടുകിട്ട് ഒരു സവാള ഇട്ടിട്ട് അതൊന്ന് ഇച്ചിരി ഒരു ടീസ്പൂണോളം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചേർത്ത് ഇച്ചിരി ഉപ്പും ചേർത്തിട്ട് ഇതൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഞാൻ വളരെ കുറച്ച് മാത്രം പൊടികളെ ചേർക്കുന്നുള്ളൂ. ഇച്ചിരി മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, കുരുമുളക് പൊടി, എന്നിട്ട് വെന്ത ലിവറോട് ഇട്ട് കൊടുത്ത് നന്നായി ഒന്ന് വറുത്തെടുക്കാം. ഈ ചാനൽ ഫോളോ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളൊന്ന് ഫോളോ ചെയ്തേക്കണേ. ഫോളോ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണേ.